ഹേ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. ഇന്ന് നമ്മുടെ ഡേ 1 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മളൊരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് പഠനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ മുന്നിൽ ഇനി ഒത്തിരി എക്സാമുകൾ വരാനുണ്ട്. സോ നമുക്ക് പഠനം ഇനിയും വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല. ഒട്ടും വൈകാതെ തന്നെ തുടങ്ങേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഡേ 1 ഞാൻ എടുത്തിട്ടുള്ളത് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് അതെല്ലാ ദിവസവും പഠിക്കാമെന്നായിരുന്നു തീരുമാനിച്ചിട്ടുള്ളത്. സോ മലയാളത്തിൽ പദശുദ്ധി, ഇംഗ്ലീഷിലെ ടൈപ്സ് ഓഫ് സെൻറ്റൻസ്, മാത്സിൽ പേഴ്സൻറ്റേജ് ആണ്. കാരണം ഞാൻ കണക്കിൽ സംഖ്യകൾ, അടിസ്ഥാന ക്രിയകളൊക്കെ ജസ്റ്റ് നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ നോട്ട്സാണ് ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതന്നെ അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണക്ക് നമുക്ക് ഒരു ദിവസം കൊണ്ട് എന്താണെങ്കിലും പഠിച്ചു തീർക്കാൻ പറ്റില്ല. നമുക്കെന്ന് ഞാൻ പറയുന്നില്ല, ഇതൊക്കെ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന, നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നവരൊക്കെ ഉണ്ടാകാം. അവർക്കൊക്കെ റിവൈസ് ചെയ്ത് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് പോകാവുന്നതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടില്ല ഇതുവരെ. കാരണം എനിക്ക് പൊതുവേ മാത്സ് ഇഷ്ടമല്ലാത്തൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ അതിനെ എപ്പോഴും മാറ്റി വെക്കുന്നതുമാണ്. മാറ്റി വെച്ച് ഇപ്പോൾ എക്സാം എഴുതുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, നമ്മളത് പഠിച്ചു പോയില്ലെങ്കിൽ അത്ര മാർക്ക് നമുക്ക് കുറയുമ്പോൾ അതിൽ നിന്നും ഒട്ടും മാർക്ക് കിട്ടാണ്ടാവുമ്പോഴും നല്ല രീതിയിൽ നമ്മുടെ മൊത്തത്തിലുള്ള മാർക്കിനെ അത് ബാധിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഇനിയും മാറ്റി വെക്കുന്ന പരിപാടി നിർത്തിയിട്ട് കറക്റ്റായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് കണക്കും കൂടെ ഡെയിലി പഠിച്ചു പോകണം എന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ സ്ട്രോങ് ഏരിയ നമ്മൾ വീണ്ടും വീണ്ടും സ്ട്രോങ് ആകുന്നു. ഒപ്പം തന്നെ വീക്ക് ഏരിയയ്ക്കും കൂടെ സ്ട്രോങ് കൊടുക്കുന്ന രീതിയിൽ പഠിച്ചു പോയേ പറ്റൂ. അതുകൊണ്ട് പേഴ്സൻറ്റേജ് എനിക്ക് എന്താണെങ്കിലും ഒരു ദിവസം കൊണ്ട് പഠിച്ച് തീരില്ല. എങ്ങനെ പോയാലും 1-2 ദിവസം കൊണ്ടൊന്നും തീരത്തില്ല. കാരണം ഞാൻ യൂട്യൂബ് ക്ലാസ് ഫോളോ ചെയ്യുന്ന അതിനകത്തൊക്കെ ഒത്തിരി വീഡിയോസ് അവൈലബിൾ ആണ്. സോ അതൊക്കെ കണ്ട് നോട്ട് എഴുതി പ്രാക്ടീസ് ചെയ്ത് പോകണമെങ്കിൽ കുറച്ച് ദിവസം പിടിക്കും. അപ്പം ഞാൻ എന്നാണോ പേഴ്സൻറ്റേജ് തീരുന്നത് അതുവരെ എൻ്റെ ടൈം ടേബിളിൽ പേഴ്സൻറ്റേജ് തന്നെയായിട്ട് ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ഞാൻ മലയാളം എൻ്റെ സ്ട്രോങ് ഏരിയ ആണ്. സോ ഞാനത് പഠിച്ചതൊക്കെ തന്നെ വീണ്ടും വീണ്ടും പഠിച്ച് എത്ര പഠിച്ചാലും ഞാൻ ഇപ്രാവശ്യത്തെ എൻ്റെ എക്സാമിൽ എനിക്ക് 2 മാർക്കാണ്, 10 മാർക്കിൽ 2 മാർക്കാണ് പോയത്. 8 മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പോയത് ശൈലികൾ, പഴഞ്ചൊല്ലുകൾ ആ ഭാഗത്തു നിന്നും പിന്നെ ഏതോ ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് പോയത്. അപ്പോൾ അവിടെയൊക്കെയാണ് എനിക്ക് ഒന്നും കൂടെ നല്ല രീതിയിൽ പഠിച്ചെടുക്കേണ്ടത്. എന്നാലും പദശുദ്ധി മുതൽ നമ്മൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് കറക്റ്റ് 1 by 1 ആയിട്ട് പഠിച്ചു പോകുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാൻ പദശുദ്ധി തന്നെ നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇംഗ്ലീഷിൽ ടൈപ്സ് ഓഫ് സെൻറ്റൻസ് അതും നോക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഇംഗ്ലീഷ് എനിക്ക് മാർക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രിലിംസിന്. സോ അത് നല്ല രീതിയിൽ തന്നെ പഠിക്കേണ്ടിയിരിക്കുന്നു. ഒത്തിരി പ്രാക്ടീസ് ചെയ്ത് പോകണം. ഈ ഇംഗ്ലീഷും മാത്സും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. അപ്പം നമ്മൾ ഈ 3 സബ്ജക്റ്റുകൾ തന്നെ പഠിച്ച് പോവുകയാണെങ്കിൽ തന്നെ എക്സാമുകളുടെ പ്രിലിംസൊക്കെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മെയിൻസിലേക്ക് കിടക്കുമ്പോൾ ബാക്കി സബ്ജക്റ്റുകൾ അതുപോലെ തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ ടൈം ടേബിൾ കാണാത്തവർക്ക് വേണ്ടി പറയുകയാണെ, ഞാൻ ആഴ്ചനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ഇച്ചിരി കോർ സബ്ജക്റ്റുകൾക്കും ബാക്കി ദിവസങ്ങളിൽ ബാക്കിയുള്ള സബ്ജക്റ്റുകൾക്കും അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ബയോളജി, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇക്കണോമിക്സ് അങ്ങനെ കുറച്ച് മാർക്ക് കൂടുതലുള്ള സബ്ജക്റ്റുകൾ ഫസ്റ്റത്തെ ഡേയ്സിൽ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് ബയോളജിയാണ് എടുത്തിട്ടുള്ളത്. ബയോളജി, ഇക്കണോമിക്സ്, പിന്നെ ലോ ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അസംബ്ലിയാണ് നോക്കുന്നത്. ഇക്കണോമിക്സിൽ പഞ്ചവത്സര പദ്ധതികൾ. ഈ പഞ്ചവത്സര പദ്ധതികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഈ ഡിഗ്രി പ്രിലിംസിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന്. ഞാൻ പഞ്ചവത്സര പദ്ധതികൾ മുന്നും പഠിച്ചിട്ടുള്ളതാണ്. ഈ എക്സാമിനും, അതായത് ഡിഗ്രി പ്രിലിംസ് എഴുതാൻ പോകുമ്പോഴും പഠിച്ചിട്ടാണ് പോയത്. പക്ഷേ ഞാൻ വീണ്ടും വായിച്ച് നോക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. 1ഉം 2ഉം അല്ലെന്ന് എനിക്കറിയാം. കാരണം 1 കൃഷിനെ 2 വ്യവസായമാണ് മുൻതൂക്കം കൊടുക്കുന്നത് അറിയാം. ബാക്കി കൺഫ്യൂഷൻ അടിച്ച് അവസാനം ഞാൻ കൊണ്ട് അത് തെറ്റിച്ച് വെച്ചു. അത് 5ാം പഞ്ചവത്സര പദ്ധതിയായി ബന്ധപ്പെട്ടതായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, എത്ര പഠിച്ചാലും പഞ്ചവത്സര പദ്ധതികൾ എനിക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ വരും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ഒന്ന് ഇയർ പിന്നെയും മനസ്സിലാക്കിയെടുക്കാം, അതിൻ്റെ കൂടെ ഇയർ ഇങ്ങനെ കണ്ടിന്യൂസ് പോലെ ആയതുകൊണ്ട് അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അതിൻ്റെ കൂടെ കുറേ ഫാക്റ്റുകൾ അതിൽ ഇൻക്ലൂഡഡ് ആണല്ലോ. സോ എനിക്കത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും മാറിപ്പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ
ഞാൻ എക്കണോമിക്സിൽ പഞ്ചവത്സര പദ്ധതിയാണ് ആദ്യത്തെ ടോപ്പിക്കായിട്ട് എടുത്തത്. പിന്നെ ബയോളജീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബയോളജി 5ഉം 7ഉം 9ഉം പാഠപുസ്തകങ്ങൾ മാറിയത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം ഞാൻ അതുകൊണ്ട് 5 മുതൽ പഠിച്ചു തുടങ്ങിയില്ല, 8ാം ക്ലാസ്സിൻ്റെയാണ് എടുത്തത്. കാരണം എൻ്റെ അടുത്ത് നിലവിലുള്ള SCERT ബുക്ക് പഴയ പാഠഭാഗങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതാണ്. പുതിയത് ഞാൻ വാങ്ങിയിട്ടില്ല, കാരണം പഴയത് തന്നെ ഞാൻ വാങ്ങിയിട്ട് അധികം ആയിട്ടില്ല. ഇപ്പോൾ പുതിയത് വാങ്ങാനുള്ളൊരു സാഹചര്യത്തിലല്ല. അപ്പം കുറച്ചുകൂടെ കഴിഞ്ഞ് സാഹചര്യം ഒത്താൽ അത് വാങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ PDF നോക്കി നോട്ട് എഴുതിയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസൊക്കെ ഇഷ്ടംമാതിരി അവൈലബിൾ ആണല്ലോ ഇതുമായി ബന്ധപ്പെട്ട്, അങ്ങനെ പഠിച്ചെടുക്കുക എന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 8ാം ക്ലാസ്സിൻ്റെ ഒരു ഫസ്റ്റ് ചാപ്റ്ററാണ് എടുത്തിട്ടുള്ളത്. അതാണ് ഞാൻ ഇന്ന് നോക്കുന്നത്. പിന്നീട് മാത്സ്, അത് ഞാൻ പറഞ്ഞല്ലോ, മാത്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ലോയിൽ എടുത്തിട്ടുള്ളത് വിവരാവകാശ നിയമമാണ്. പിന്നെ കൂടെ തന്നെ റിവിഷൻ നടത്തുക, പിന്നെ PYQ നോക്കാമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് ലോ കംപ്ലീറ്റ് ആയില്ല. പിന്നെ PYQ റിവിഷനും നടന്നിട്ടില്ല. അപ്പോൾ അത് രണ്ടും അടുത്ത ദിവസം ഏതാണോ പഠിക്കുന്നത് ബുധനാഴ്ച നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും അതുവരേക്കും ബൈ.